Hi students, today we are going to discuss about the developmental financial institutions in India. In the last class we are discussed about the overview of developmental financial institutions and objectives and functions of developmental financial institutions. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതെല്ലാം അതിനെക്കുറിച്ചാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. മെയിൻലി വി ക്യാൻ കാറ്റഗറൈസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ടു ടു കാറ്റഗറീസ്. രണ്ട് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തരം തിരിക്കുവാൻ സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഒന്നാമത്തേത് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ടാമത്തേത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. ആദ്യം പറഞ്ഞ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അതിൽ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് എന്നും നമുക്ക് ഓർത്തു വെക്കാം. ഒന്ന് IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, അതുപോലെ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതുപോലെ NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അതുപോലെ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദീസ് ആർ ദി മേജർ, ഇതല്ലാതെയും കുറച്ചുണ്ട്, ദീസ് ആർ ദി മേജർ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾ ഇന്ത്യ ലെവലിൽ, ഇന്ത്യയിലൊട്ടാകെയുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യും, ഓരോ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാവും. എക്സാമ്പിൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അതുപോലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇതുപോലെയുള്ള കോർപ്പറേഷനുകളൊക്കെ സംസ്ഥാന തലത്തിലുണ്ടാവും. ഓക്കെ, റീഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ്. റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ്. ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട, ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട ബാങ്കാണ് ഇത് സിഡ്ബി. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വ്യാവസായികമായ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ബാങ്കാണ് IDBI. അതുപോലെ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട, ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത്, മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട സെക്ടറലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് എ ഡെവലപ്മെന്റ് ബാങ്ക്. ഒരു ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, പ്രൊജക്ട് ഫിനാൻസിങ്. പ്രൊജക്ട് financing. A development bank financing in a project. What do you mean by project? Project means an investment opportunity. ഒരു നിക്ഷേപ അവസരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൽ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന, പുതിയ ഐഡിയാസ് ഉള്ള, പുതിയ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു, ആര് ഫണ്ട് ഇറക്കുന്നു, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ഇറക്കുന്നു. ഫിനാൻസിങ് ദി പ്രോജക്ട്, ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്, ഫിനാൻസിങ് ഇൻ എ ബിസിനസ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് വൺ, അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ റൈറ്റിംഗ് ഓർ പ്രൊവൈഡിംഗ് ദി അണ്ടർ റൈറ്റിംഗ് സർവീസ്. Underwriting service by the developmental financial institutions on shares and debentures.
ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ അണ്ടർ റൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ ആര് ഏർപ്പെടുന്നുണ്ട്? ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏർപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. A development bank can purchase directly equity shares. Equity shares എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുവാനുള്ള ആർക്കുണ്ട്? ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്. അതുപോലെ ഗ്യാരണ്ടി ഫോർ ലോൺസ് ആൻഡ് ഡെഫേർഡ് പേയ്മെന്റ്. ലോൺ വായ്പ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെഫേർഡ് പേയ്മെന്റ്സ് ഉണ്ടെങ്കിലോ അതിൻ്റെയൊക്കെ മുകളിൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ഒരു ബിസിനസ് ഫേമിന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് ആര്? ഈ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു ബിസിനസ് ഫേമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബിസിനസ് ഫേമിന് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടേം ഡിഫേർഡ് പേയ്മെന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുകളിലൊക്കെ ഗ്യാരണ്ടി, ജാമ്യം നിൽക്കുന്നത് ആരാണ്? ഈ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊബിലൈസസ് റിസോഴ്സസ് ഫോർ എ ഫേം ഓർ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഒരു ഫേമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് എക്യുപ്മെന്റ്സ് വേണം, മെഷീനറീസ് വേണം. അതൊക്കെ ഹയർ പർച്ചേസിൽ അല്ലേ, തവണ വ്യവസ്ഥയിൽ എന്ത് ചെയ്യുക? ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഏർപ്പാടാക്കി കൊടുക്കുന്ന സേവനം ആര് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓൺ ദി പ്രൊജക്ട് ഫിനാൻസിങ് or carrying out the business. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പണവുമായി, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ സാങ്കേതികമായ സേവനം, സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട് ഒരു ഡെവലപ്മെന്റൽ ബാങ്ക്. അതുപോലെ പ്രൊമോട്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ആര്? ഇവര്. പ്രത്യേകിച്ച് പ്ലാന്റ്, മെഷീനറി, ബിൽഡിങ്സ്, ലാൻഡ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ആര് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ടു ആക്സലറേറ്റ് ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിനെ, സാമ്പത്തികമായ പുരോഗതിയെ ത്വരിതപ്പെടുത്തുവാൻ, ആക്സലറേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റ് ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ് പഠിക്കാനുള്ളത് എന്താണ്? ഈ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓരോന്നായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.